my dear students, welcome back to a new video of I Square. So in today's class we are going to solve some problems related to testing the equality of population means. So the first question we deal is 50 children were given special diet for a certain period and control group of 50 other children were given normal diet. So a special diet is given for 50 children and other children were given the normal diet, and the children given for normal diet is 50 also. So we have two different samples where the sample size of the first one where the special diet is given is N1, that is 50, and the one where normal diet is given is also 50. So this is special diet and this is normal diet. And again we have their average gain in weight were found to be 7.2 lbs and 5.7 lbs. So the corresponding average gain in weight were given. So x1 bar is nothing but 7.2 and x2 bar is nothing but 5.7. Again we have the common standard deviation for gain in weight was 2 lbs. So the common standard deviation is given, which means the standard deviation of the population sigma is given as 2. So these are the data given in the question, and we were asked to find the conclusion that the special diet really promoted the weight or not. So assuming normality of the distributions, would you conclude that the special diet really promoted weight? നമ്മൾ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്തതിന് ശേഷം ഈ സ്പെഷ്യൽ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കേസ് ആണ്. ആ സ്പെഷ്യൽ ഡയറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മളോട് ചോദിച്ചേക്കുന്നത് mu1 ആണ് നമ്മുടെ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡയറ്റിൻ്റെത്. അത് കൂടുതലാണോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതായത് സ്പെഷ്യൽ ഡയറ്റ്, വുഡ് യു കൺക്ലൂഡ് ദാറ്റ് സ്പെഷ്യൽ ഡയറ്റ് റിയലി പ്രൊമോട്ടഡ് വെയിറ്റ്? അതായത് സ്പെഷ്യൽ ഡയറ്റിന് എന്തെങ്കിലും കൂടുതൽ വെയിറ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? സോ mu1 ഗ്രേറ്റർ ദാൻ mu2 ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ടെസ്റ്റിംഗ് ദ ഇക്വാലിറ്റി ഓഫ് പോപ്പുലേഷൻ മീൻസിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എപ്പോഴും എടുക്കുന്നത് H0 ആയിട്ട് എടുക്കുന്നത് എപ്പോഴും എന്താണ്? mu1 ഈക്വൽ ടു mu2 എന്നാണ്. സോ അത് തന്നെയാണ് ഇവിടെയും നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുന്നത്. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് mu1 ഗ്രേറ്റർ ദാൻ mu2 ആണോ എന്നായതുകൊണ്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് ആ കണ്ടീഷൻ എടുക്കും. ദാറ്റ് ഇസ് mu1 ഗ്രേറ്റർ ദാൻ mu2. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് mu1 നോട്ട് ഈക്വൽ ടു mu2 അല്ല, mu1 ഗ്രേറ്റർ ദാൻ mu2 ആണ്. സോ നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് വൺ ടൈൽഡ് ടെസ്റ്റ് ആണോ ടു ടൈൽഡ് ടെസ്റ്റ് ആണോ? ഇറ്റ് ഈസ് വൺ ടൈൽഡ് ടെസ്റ്റ്. അതും ഓർത്ത് വെക്കുക. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് mu1 ഗ്രേറ്റർ ദാൻ mu2 എന്നായതുകൊണ്ട് നമ്മുടെ ടെസ്റ്റ് ഇസ് വൺ ടൈൽഡ് ടെസ്റ്റ്. ആൻഡ് അഗെയിൻ ദ സാമ്പിൾ സൈസിലേക്ക് നോക്കിയാൽ നമുക്കറിയാം രണ്ടും 50 ആണ്. സോ സാമ്പിൾ സൈസ് ഇസ് ലാർജ്. സോ ദ ടെസ്റ്റ് ഇസ് ഏതായിരിക്കും ടെസ്റ്റ് ഇസഡ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, സാമ്പിൾ സൈസ് ലാർജ് ആയതുകൊണ്ട് ടെസ്റ്റ് ഇസഡ് ടെസ്റ്റ് ആയിരിക്കും. ഇനി ടെസ്റ്റിന്റെ നമ്മുടെ ഫോർമുല നമുക്കറിയാം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഫോർമുല എന്താണ്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് is equal to x1 bar minus x2 bar divided by standard error. So standard error ആണ് ഇനി നമുക്ക് വേണ്ടത്. സ്റ്റാൻഡേർഡ് എററിന് ഡിഫറെന്റ് ഫോർമുലാസ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സോ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല സിഗ്മ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2 ആണ്. ഇവിടെ സിഗ്മ എന്താണ്? സിഗ്മ 2 ആണ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1/n1 ദാറ്റ് ഇസ് 1/50 പ്ലസ് 1/50 ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/50
plus 1 by 50 2 by 50 എന്നാണ് വരുന്നത്. So 2 times square root of 2 by 50 എന്ന് വരും. That is 2 times square root of 1 by 2 times square root of 1 by 2 by 50 എന്ന് വരും. That is 2 by 50 എന്താണ്? Square root of 2 by 50 വരുമ്പോൾ നമുക്ക് 2 times 0.2 എന്ന് കിട്ടും. So 2 times 0.2 is nothing but 0.4. So ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ ആയിട്ട് നമുക്ക് കിട്ടിയത്. So നമുക്ക് ഇവിടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So x1 bar is nothing but 7.2 minus x2 bar is 5.7 divided by standard error is 0.4. So 7.2 minus 5.7 is nothing but 1.5. So 1.5 by 0.4. So it is nothing but 3.75. 3.75. So ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ. ഇനി നമുക്ക് ടേബിൾ വാല്യൂ വേണം. സോ ടേബിൾ വാല്യൂ വേണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ആൽഫ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഒന്നും സ്പെസിഫൈഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ 0.05 എന്ന് എടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്ന് നമുക്ക് കിട്ടും. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് നത്തിങ് ബട്ട് ഇൻഫിനിറ്റി ഇൻ ദ കേസ് ഓഫ് ഇസഡ് ടെസ്റ്റ്. സോ 0.05 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റിയും വൺ ടൈൽഡ് ടെസ്റ്റുമാണ്. സോ നമ്മൾ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടേബിൾ വാല്യൂ എത്രയാണെന്ന് കിട്ടും. So table value is nothing but 1.645. 1.645. So ഈ 1.645നെയും കാൽക്കുലേറ്റഡ് വാല്യൂവിനെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3.75 is greater than 1.675. So നമ്മൾ എന്ത് ചെയ്യണം? We should reject our null hypothesis and we should accept our alternative hypothesis, that is mu1 greater than mu2. Therefore the special diet promotes weight. അതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ക്വസ്റ്റനിൽ നിന്ന് തന്നിരിക്കുന്ന ഡേറ്റനെ സോർട്ട് ഔട്ട് ചെയ്തു. അതിൽ നിന്ന് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. കമ്പയർ ചെയ്തപ്പോൾ computed value is greater than table value. Therefore we rejected the null hypothesis and accepted the alternate hypothesis, and hence we got the special diet promotes weight. So ഇതുപോലത്തെ തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Now the next question is, electric bulbs manufactured by X and Y companies gave the following result. നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ട്. Using standard error of difference between mean, state whether there is any significant differences in the life of two makes. Okay, so നമുക്ക് രണ്ട് ഇലക്ട്രിക് ബൾബ്സ് കമ്പനിയുടെ മാനുഫാക്ചറിങ് റിസൾട്ട്സ് തന്നിട്ടുണ്ട്. സോ നമ്പർ ഓഫ് ബൾബ്സ്, അതായത് നമ്മുടെ സാമ്പിൾ സൈസ്, പിന്നെ മീൻ ലൈഫ്, അതായത് മീൻ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വൈയുടെ വാല്യൂസും തന്നിട്ടുണ്ട്. സോ എക്സിന്റെ സാമ്പിൾ സൈസ് N1 എന്ന് പറയുന്നത് 100ഉം N2 എന്ന് പറയുന്നത് 100ഉം തന്നെ ആണ്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ മീൻ ലൈഫ് നമുക്ക് തന്നിട്ടുണ്ട്. മീൻ ലൈഫ് മീൻസ് നമ്മുടെ സാമ്പിൾ മീൻ ആണത്. സോ x1 ബാർ നമുക്ക് തന്നിട്ടുണ്ട് 1300, അതുപോലെ x2 ബാറും നമുക്ക് തന്നിട്ടുണ്ട് 1248. അഗെയിൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. S1 എന്ന് പറയുന്നത് 82 ആൻഡ് S2 എന്ന് പറയുന്നത് 93. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ലുക്ക് ഇൻടു ദ സാമ്പിൾ സൈസ്. ഹിയർ ദ സാമ്പിൾ സൈസ് ഇസ് ലാർജ്. സോ വി ഹാവ് ഇസഡ് ടെസ്റ്റ് ടു ബി യൂസ്ഡ്. സോ സാമ്പിൾ സൈസ് ലാർജ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഇസഡ് ടെസ്റ്റ് ആണ്. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല.
സോ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുല എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ N1 പ്ലസ് S2 സ്ക്വയർ ബൈ N2. ഈ ഫോർമുല ആയിരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാം. സോ S1 സ്ക്വയർ ദാറ്റ് ഈസ് 82 സ്ക്വയർ by N1 is 100 plus S2 square 93 square by 100. ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ് നമുക്ക് വേണ്ടത്. സോ വി ഹാവ്, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 67.24. 82 സ്ക്വയർ ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് 67.24 എന്ന് കിട്ടും. പ്ലസ് 93 സ്ക്വയർ ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് 86.49 എന്ന് കിട്ടും. സോ ഈ സമ്മിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 153.73, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 12.4. സോ സ്റ്റാൻഡേർഡ് എറർ നമുക്ക് കിട്ടുന്നത് 12.4 ആണ്. സോ നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഫോർമുല അറിയാം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഫോർമുല എപ്പോഴും എന്താണ്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് is x1 bar minus x2 bar divided by standard error. So x1 bar നമുക്കറിയാം, x1 bar 1300 ആണ്, minus x2 bar is 1248 divided by standard error is nothing but 12.4. സോ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.19 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ കമ്പ്യൂട്ടഡ് വാല്യൂ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ടേബിൾ വാല്യൂ വേണം. സോ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വേണം. സോ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇസ് നത്തിങ് ബട്ട് 0.05, കാരണം ഒന്നും സ്പെസിഫൈ ചെയ്തിട്ട് ഇല്ല. ഇനി നമുക്ക് 2 ടൈൽഡ് ടെസ്റ്റ് ആണോ 1 ടൈൽഡ് ടെസ്റ്റ് ആണോ എന്ന് അറിയണം. സോ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും വേണമായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യമേ തന്നെ അത് ചെയ്തില്ല, നമ്മളത് മറന്നു. സോ നൾ ഹൈപ്പോത്തിസിസ് എന്താണ്? ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ മീൻസ്, ദ പോപ്പുലേഷൻ മീൻസ് എന്നാണ്. ദാറ്റ് ഇസ് mu1 ഈക്വൽ ടു mu2 എന്നാണ്. അപ്പം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഇവിടെ എന്തായിരിക്കും? നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് വെദർ ദർ ഈസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ ലൈഫ് ഓഫ് 2 കമ്പനീസ് എന്നാണ്. ബൾബ്സ് മേക്ക് ചെയ്യുന്ന കമ്പനീസ്, ഈ ബൾബ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ h0 mu1 ഈക്വൽ ടു mu2 എന്ന് എടുത്ത സ്ഥിതിക്ക് h1, അതായത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് mu1 നോട്ട് ഈക്വൽ ടു mu2 എന്ന് എടുക്കാം. സോ ദ ടെസ്റ്റ് ഈസ് 2 tailed ടെസ്റ്റ്. അത് ഓർത്തിരിക്കുക, കാരണം mu1 നോട്ട് ഈക്വൽ ടു mu2 ആണ് നമ്മുടെ ഇവിടുത്തെ എന്തെന്ന് പറയുക, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നമുക്കറിയാം ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഇൻഫിനിറ്റി. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. സോ നമുക്ക് ടേബിൾ വാല്യൂ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇസഡ് ടെസ്റ്റ് ആണ്, 2 ടൈൽഡ് ടെസ്റ്റ് ആണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റിയും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ആണെങ്കിൽ table value of Z at 5% level of significance is nothing but 1.96. So table value 1.96 and calculated value 4.19 ആണ്. So the calculated value is greater than table value. Therefore, we should reject the null hypothesis. So reject H0. H0നെ reject ചെയ്യുക എന്ന് വെച്ചാൽ അത് imply ചെയ്യുന്ന എന്തിനെയാണ്? Accept the H1, that is alternative hypothesis. എന്ന് വെച്ചാൽ mu1 not equal to mu2 എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ട്. mu1 not equal to mu2 എന്ന് വെച്ചാൽ the difference in the mean life of 2 companies is highly significant. The difference is highly significant എന്നാണ് നമ്മുടെ conclusion. Difference is highly significant.
So that's the end of this question. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും ചെയ്യണം. അത് നമ്മളിവിടെ ജസ്റ്റ് മറന്നുപോയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മളത് ആഡ് ചെയ്തു. അപ്പം തന്നിരിക്കുന്ന ഡേറ്റ എടുക്കുക, അതിനുശേഷം നൾ ഹൈപ്പോത്തിസിസ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും മേക്ക് ചെയ്യുക, ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പയർ ചെയ്യുക, അതിനുശേഷം അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. then you will find the answer. So നമുക്ക് next ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. So the next question is, a random sample of 200 villages was taken from district A and average population per village was 485 with standard deviation 50. Another random sample of 250 villages from the same district gave average population of 510 per village with standard deviation 40. Is the difference between the averages of two samples statistically significant? അപ്പം ഒരു ഡിസ്ട്രിക്റ്റിലെ രണ്ട് വില്ലേജസിൽ നിന്ന് നമ്മൾ രണ്ട് സാമ്പിൾസ് എടുത്തിരിക്കുകയാണ്. അപ്പം ആദ്യത്തെ സാമ്പിൾ എന്ന് പറയുന്നത് 200 വില്ലേജസ് ആണ്. സോ സാമ്പിൾ സൈസ് N1 എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 200. സോ N1 is 200 and its sample mean is given as 485. So x1 bar is 485. കാരണം എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? ആവറേജ് പോപ്പുലേഷൻ പെർ വില്ലേജ് വാസ് 485 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 50. സോ S1 എന്ന് പറയുന്നത് 50 ആണെന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സാമ്പിൾ എടുത്തേക്കുന്നത് 250 വില്ലേജസിന്റെ ആണ്. സോ N2 ഇസ് നത്തിങ് ബട്ട് 250 ആൻഡ് ഇറ്റ്സ് മീൻ is given. Average population is 510 per village. So x2 bar എന്ന് പറയുന്നത് 510 ആണ്. Again sample standard deviation തന്നിട്ടുണ്ട്. S2 is nothing but 40. So ഇത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. Is the difference between the averages of two samples statistically significant? അപ്പം ഈ population meansന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ വി ഹാവ് ടു സെറ്റ് അപ്പ് ദ നൾ ഹൈപ്പോത്തിസിസ് ആസ് mu1 equal to mu2 and the alternative hypothesis as mu1 not equal to mu2. കാരണം നമ്മളോട് എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന് നൾ ഹൈപ്പോത്തിസിസും ഡിഫറൻസ് ഉണ്ട് എന്ന് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഫോർമുല, അതിനു മുമ്പ് ഏതാണ് ടെസ്റ്റ് എന്ന് ഡിസൈഡ് ചെയ്യണം. സോ ഏതാണ് ടെസ്റ്റ്? സാമ്പിൾ സൈസ് ഇസ് ലാർജ്, സോ ദ ടെസ്റ്റ് ഇസ് നത്തിങ് ബട്ട് ഇസഡ് ടെസ്റ്റ്. ഇസഡ് ടെസ്റ്റ് ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഫോർമുല x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. സോ ഹൗ വിൽ വി ഫൈൻഡ് സ്റ്റാൻഡേർഡ് എറർ? സ്റ്റാൻഡേർഡ് എറർ നമുക്ക് കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല. സോ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ N1 പ്ലസ് S2 സ്ക്വയർ ബൈ N2 ആണ്. സോ ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് S1 സ്ക്വയർ, ദാറ്റ് ഈസ് 50 സ്ക്വയർ ബൈ N1 is 200 plus S2 square 40 square divided by N2 is 250. So ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. സോ 50 square is nothing but 2500 divided by 200 plus 1600 divided by 250. ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ് നമുക്ക് വേണ്ടത്. സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് സീറോസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം. യെസ്, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, what is the answer? It is nothing but 4.35. 4.35 എന്നാണ് നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ സ്റ്റാൻഡേർഡ് എറർ കിട്ടിക്കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് എറർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യാം. x1 bar that is 485 minus x2 bar is 510 divided by standard error is 4.35. So ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 25 negative 25 divided by 4.35 എന്ന് വരും. negative 25 divided by 4.35. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും negative 5.75.
5 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ. സോ ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എടുക്കുമ്പോൾ നമുക്കറിയാം, ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത്. സോ ന്യൂമറിക്കൽ വാല്യൂ എടുക്കുമ്പോൾ അതെന്ന് പറയുന്നത് 5.75 ആണ്. ഇനി നമുക്ക് ടേബിൾ വാല്യൂ വേണം. ടേബിൾ വാല്യൂ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് ഏതാണെന്ന് അറിയണം. സോ ടെസ്റ്റ് ഇസ് നത്തിങ് ബട്ട് ഇസഡ് ടെസ്റ്റ്. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് mu1 നോട്ട് ഈക്വൽ ടു mu2 ആണ്. സോ അതൊരു 2-tailed ടെസ്റ്റ് ആണ്. അഗെയിൻ ആൽഫ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ 0.05 എന്ന് എടുക്കും. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം എപ്പോഴും എന്താണ് ഇസഡ് ടെസ്റ്റിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഇൻഫിനിറ്റി. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. സോ ടേബിൾ വാല്യൂ ഓഫ് ഇസഡ് at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 1.96 ആണ്. സോ ഇതിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് വലുത്? 5.75, അതായത് കമ്പ്യൂട്ടഡ് വാല്യൂ ആണ് വലുത്. കമ്പ്യൂട്ടഡ് വാല്യൂ ആണ് വലുതെങ്കിൽ we will reject H0 and hence we will accept H1 and we get mu1 not equal to mu2. So difference in the average of two samples is statistically significant. അതാണ് നമ്മുടെ conclusion. So difference is significant എന്നുള്ളതാണ് നമ്മുടെ conclusion ഈ questionൽ. So ഈ questions എല്ലാം സിമിലർ ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആൻസറിലെത്താം. So now we shall move to another question. So the next question is, the average number of articles produced by two machines per day are 200 and 250 with standard deviation 20 and 25 respectively on the basis of 25 days production. Can you regard both the machines equally efficient at 1% level of significance? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതാണ്, രണ്ട് മെഷീൻസ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടിൽ നിന്നും 25 ഡേയ്സിലെ പ്രൊഡക്ഷന്റെ സാമ്പിൾസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഏത് മെഷീൻ ആണ് കൂടുതൽ എഫിഷ്യന്റ്? ക്യാൻ യു റിഗാർഡ് ബോത്ത് ദ മെഷീൻ ഈക്വലി എഫിഷ്യന്റ്? രണ്ടും ഈക്വലി എഫിഷ്യന്റ് ആണോ എന്നാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. വിത്ത് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, വിച്ച് മീൻസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആൽഫ ഇസ് 1% വിച്ച് ഇസ് 0.01. പിന്നെ എന്തൊക്കെയാണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്? 25 ഡേയ്സിലെ പ്രൊഡക്ഷൻ ആണ് രണ്ട് മെഷീന്റെ എടുത്തിരിക്കുന്നത്. സോ N1 is 25 and N2 is also 25. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലായി സാമ്പിൾ സൈസ് ഇവിടെ എന്താണ്? ഈസ് സ്മോൾ. സാമ്പിൾ സൈസ് സ്മോൾ ആണ്. അതുപോലെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുണ്ടോ? സിഗ്മ നമുക്ക് തന്നിട്ടുണ്ടോ? സിഗ്മ തന്നിട്ടില്ല. സിഗ്മ ഇസ് നോട്ട് ഗിവൺ. സാമ്പിൾ സൈസ് സ്മോളും സിഗ്മ തന്നിട്ടും ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടി ടെസ്റ്റ് ആണെന്ന് ഓർക്കുക. സോ ദ ടെസ്റ്റ് യൂസ്ഡ് ഇസ് ടി ടെസ്റ്റ്. ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റനിൽ നമുക്ക് തന്നിട്ടുള്ളത്? Two machines per day. The average number of articles produced by two machines per day are 200 and 250. So x1 bar is 200 and x2 bar is 250. അത് നമുക്ക് തന്നിട്ടുണ്ട്. Again with standard deviations 20 and 25 respectively. So S1 is 20 and S2 is 25. അത് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്തു ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ ക്യാൻ യു റിഗാർഡ് ബോത്ത് ദ മെഷീൻസ് ഈക്വലി എഫിഷ്യന്റ്? രണ്ടും ഈക്വലി എഫിഷ്യന്റ് ആണോ? സോ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എടുക്കുന്നത് രണ്ടും ഈക്വലി എഫിഷ്യന്റ് ആണ്. സോ mu1 ഈക്വൽ ടു mu2. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് mu1 നോട്ട് ഈക്വൽ ടു mu2. രണ്ടും ഈക്വലി എഫിഷ്യന്റ് അല്ല എന്നുള്ളതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഫോർമുല എന്താണ്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഫോർമുല ഇസ് നത്തിങ് ബട്ട് x1 bar minus x2 bar divided by standard error. So how will we find standard error here? Standard error കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് നമുക്ക് ഇനി വേണ്ടത്. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, അതുപോലെ സാമ്പിൾ സൈസ് സ്മോൾ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു
square root of n1 s1 square plus n2 s2 square whole divided by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. ഇതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. ഈ ഫോർമുലയിലേക്ക് നമുക്ക് വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n1 is nothing but 25. 25 into s1 square, so 20 square. 20 square എന്താണെന്ന് നമുക്കറിയാം. 20 square is nothing but 400. So 25 into 400 plus n2. n2 എന്താണ്? n2 is 25. So 25 into s2 square. s2 square is 25 square, that is 625. Divided by n1 plus n2 minus 2. n1 plus n2 is 25 plus 25, that is 50. 50 minus 2 is 48. ഇനി ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 by n1 plus 1 by n2. 1 by n1 എന്താണ്? 1 by 25 plus 1 by 25, that is 2 by 25. 2 by 25 എന്ന് പറയുന്നത് എന്താണ്? 0.08 ആണ്. So 0.08 കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. So all thing is in a square root. So we will simplify it again. So we will get it as 25 into 400 എന്താണ്? 25 into 400 നെ 25 into 625 കൊണ്ട് ആഡ് ചെയ്യുക. Then you will get 25,625 divided by 48 into 0.08, and the whole thing is in a square root. And ഇത് simplify ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും 6.535 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. So this is standard error. So നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. Test statistic is x1 bar minus x2 bar, that is 200 minus 250 divided by 6.535. So 200 minus 250 is minus 50 divided by 6.535. ഇത് simplify ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ negative 7.65 ആണ്. ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 7.65 ആണ്. സോ നമ്മൾ കമ്പ്യൂട്ടഡ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് ടേബിൾ വാല്യൂ വേണം. ഓർക്കുക, ഇത് ടി ടെസ്റ്റ് ആണ്. ടി ടെസ്റ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n1 plus n2 minus 2. അപ്പം n1 plus n2 എന്ന് പറയുന്നത് 25 plus 25, it is 50. 50 minus 2 is 48. അപ്പം ഡിഗ്രി ഓഫ് ഫ്രീഡം 48ഉം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.01ഉം. അഗെയിൻ ഇത് 2-tailed ടെസ്റ്റ് ആണോ 1-tailed ടെസ്റ്റ് ആണോ? mu1 not equal to mu2 ആണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. therefore this is a 2-tailed ടെസ്റ്റ്. അപ്പം 2-tailed ടെസ്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ടേബിൾ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കിട്ടും? The table value at 1% level of significance for t-test is nothing but 2.52. So table value എന്ന് പറയുന്നത് ടേബിളിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടും it is 2.58. So രണ്ട് വാല്യൂസും കമ്പയർ ചെയ്യുക. Computed value is greater than table value. So നമ്മൾ എന്ത് ചെയ്യും? We will reject our null hypothesis, which means we will accept our alternative hypothesis, which means mu1 is not equal to mu2 എന്നുള്ളതാണ് conclusion. So നമ്മുടെ question എന്തായിരുന്നു? Can you regard both the machines equally efficient at 1% level of significance എന്നാണ് ചോദിച്ചിരുന്നത്. Therefore we can conclude that the machines are not equally efficient എന്ന് നമുക്ക് conclude ചെയ്യാം. The machines are not equally efficient. ഇതാണ് നമ്മുടെ conclusion. So നമ്മൾ ഈ സെക്ഷനിലെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്തു, ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്തു, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു, തന്നിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു സെക്ഷനിലെ പ്രോബ്ലംസ് എന്ന് ചോദിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത ദിവസം നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ
പുതിയ ഒരു യൂസ് ഉള്ള ഒരു ടോപ്പിക്കുമായിട്ട് വരും. Till then, wait for the next video. Thank you for watching.